നമസ്കാരം. അശ്വതി, ഭരണി, കാർത്തിക, പുണർദം, പൂയം, ആയില്യം, ചിത്തിര, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, അവിട്ടം തുടങ്ങിയ 12 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം, അതായത് ഓഗസ്റ്റ് 24 ഞായറാഴ്ച ദിനം അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അവർ ചെയ്യേണ്ട ചെറിയ പരിഹാരങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്ക് പോകാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾ ഭക്ഷണത്തോട് ഏവർക്കും താല്പര്യമുള്ള കാര്യമാണ്. ഏവരും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാളത്തെ ദിവസം നിങ്ങൾ അമിതമായിട്ടുള്ള ഭക്ഷണ താല്പര്യം കുറയ്ക്കുക. എന്ന് വെച്ചാൽ പുറത്തു നിന്നൊക്കെ കഴിക്കുന്നത് പരമാവധി ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും. നാളത്തെ ദിവസം ഞായറാഴ്ചയാണ്. പുറത്തൊക്കെ പോകുമ്പോൾ പുറത്തു നിന്നുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ ഏവരും ആഗ്രഹിക്കാറുണ്ട്. എങ്കിലും നാളെ പുറത്തു നിന്നുള്ള, അതായത് ഹോട്ടൽ ഫുഡായാലും അങ്ങനെ പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വാരിക്കൂട്ടി വാങ്ങുന്നതിനല്ല, ഉള്ള കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നത് കൂടിയാണ് നമ്മുടെ പണത്തെ അല്ലെങ്കിൽ ധനത്തെ എങ്ങനെ വിനിയോഗിക്കാം എന്നതിൻ്റെ ഒരു മാനദണ്ഡം കൂടി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇത് ഞായറാഴ്ച ദിവസമാണ് നാളെ, അപ്പോൾ പുറത്തൊക്കെ പോയി ഒരുപാട് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതിനേക്കാൾ നമുക്കിപ്പോൾ കൃത്യമായി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനായി ശ്രമിക്കുക. അപ്പോൾ ധനം അധികമായി നമ്മളിൽ നിന്ന് ചിലവായി പോവുകയില്ല. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് അല്പം അധിക ചിലവുകളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ വാങ്ങിച്ച സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങുകയല്ല. ഇനി എന്താണ് നമുക്കിൻ്റെ ജീവിതത്തിൽ വേണ്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് കൃത്യമായി ആവശ്യമുള്ളത് എന്നത് മനസ്സിലാക്കി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാനായി ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നാളത്തെ ദിവസം അധിക ധനച്ചിലവ് വന്നു ചേരാനുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. അത് പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമത്തിലേക്ക് നയിച്ചേക്കും, അല്ലെങ്കിൽ പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ കയ്യിൽ ധനമില്ലാത്ത അവസ്ഥ കൂടി വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. നാളത്തെ ദിവസം കുടുംബത്തുള്ളവരുമായി ദേഷ്യത്തിലൊന്നും സംസാരിക്കാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളോടൊക്കെ ദേഷ്യത്തിലുള്ള സംസാരം ചിലപ്പോൾ അവരുടെ മനസ്സിലും നിങ്ങളൊരു പേടി സ്വപ്നമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് മുതിർന്നവരോടൊന്നും മാത്രമല്ല, കുട്ടികളോടൊന്നും മാത്രമല്ല, ആരോടും നാളത്തെ ദിവസം കാർക്കശ്യത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് ഒന്ന് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിനൊരു സമാധാനം നിലനിൽക്കുന്നതിനും നിങ്ങളുടെ ക്ഷമ വളരെയധികം സഹായിക്കും. ഇപ്പോൾ നിങ്ങളായിരിക്കും കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വളരെ വലിയ രീതിയിലേക്ക് ആക്കി മാറ്റുന്നത്. അപ്പോൾ അതവിടെ ഒരു സമാധാനക്കേട് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും നാളത്തേത്. സഹപ്രവർത്തകരിൽ നിന്ന് ചില വിഷമകരമായ അല്ലെങ്കിൽ ചില ദേഷ്യപ്പെടേണ്ടതായ അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ അവർക്ക് ചില സഹായങ്ങൾ നിങ്ങളിൽ നിന്ന് വേണ്ടുന്നതായ ഒരു അവസ്ഥയും കാണുന്നുണ്ട്. അപ്പോൾ മുന്നേ ഉള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് സഹായം ചെയ്യാത്ത ആളുകൾ കൂടി ആയിരിക്കും, എങ്കിലും നമ്മുടെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രവൃത്തി വേണ്ടുന്ന ദിനം കൂടിയാണ് നാളത്തേത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അകലാൻ നിങ്ങൾ ഒഴുക്കുവെള്ളത്തിൽ ഒരു നാളികേരം സമർപ്പിക്കുന്നത് നാളത്തെ ദിവസം ഉത്തമമായിരിക്കും. ആരോഗ്യമായിട്ട് പല പല ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകൾ, അവർക്ക് ഇതൊരു അനുകൂലമായ മാറ്റത്തെ നൽകുന്നതിന് സഹായിക്കും. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം ഉച്ചത്തിലുള്ള സംസാരം ഒഴിവാക്കുക. ഉച്ചത്തിലുള്ള സംസാരം നിങ്ങൾക്ക് തന്നെയാണ് ഹാനി ഉണ്ടാക്കുന്നത്. മനസ്സിലേക്കും അല്ലെങ്കിൽ ശരീരത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജം കടന്നു വരുന്നതിനാണ് കാരണമാകും. അതുകൊണ്ട് ഉച്ചത്തിലുള്ള സംസാരം, ദേഷ്യപ്പെട്ടുള്ള സംസാരം, ഇതൊക്കെയും നാളത്തെ ദിവസം ഒഴിവാക്കുക. ശാന്തമായി മുന്നോട്ട് പോകുന്നതിന് നാളെ ശ്രമിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് ധനമായിട്ടോ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളായിട്ടോ ഉള്ള സഹായങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ധനപരമായിട്ടുള്ള ഒരു സഹായമാകാം, അല്ലെങ്കിൽ അവരുടെ വിലപിടിപ്പുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് ബിസിനസ്സിൽ എങ്ങനെ ധൈര്യമായി മുന്നോട്ട് പോയി വിജയം കൊയ്യാൻ സാധിക്കും എന്നതിന് ഉതകുന്നതായ ചില നിർദ്ദേശങ്ങളൊക്കെ ബന്ധുജനങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്ന ഒരു ദിവസമാണ്. പരദൂഷണം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കേണ്ട അത്യാവശ്യമാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. കാരണം അത് നമ്മുടെ സമയത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച്, നല്ലതാകട്ടെ ചീത്തയാകട്ടെ, ഏത് കാര്യവും മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വിലപ്പെട്ട നിമിഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രധാന നിമിഷങ്ങളെ, നമ്മുടെ ആരോഗ്യത്തിനെയൊക്കെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന ഒരു ബോധം കൂടി നിങ്ങളിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നാളത്തെ ദിവസം നല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇവിടെ ദിവസഫലം പറയുമ്പോൾ നാളത്തെ ദിവസം കഴിവതും ആരുടെയും പരദൂഷണങ്ങളൊന്നും പറയാതിരിക്കുക. നിങ്ങളിലേക്ക് വളരെയധികം ഭാഗ്യവും ആനുകൂല്യങ്ങളും ഒക്കെ വരണമെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഇത് നാളത്തെ ദിവസം ഞായറാഴ്ചയാണ് വിവാഹ കാര്യങ്ങൾക്ക് പോകുന്നത്. അതായത് പെണ്ണ് കാണാൻ പോകുന്ന ആളുകളുണ്ടാകും, വിവാഹത്തിന് പോകുന്ന ആളുകളുണ്ടാകും, അതേപോലെ വിദേശത്തേക്ക് യാത്ര പോകാനായി പോകുന്ന ആളുകളുണ്ടാകും. ആരായാലും നാളെ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ച് അമ്മയുടെ അനുഗ്രഹം വാങ്ങി പുറപ്പെടുക. നാളെ പോകുന്ന ഏത് കാര്യത്തിനും വിജയം വരുന്നതിന് നിങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം വളരെയധികം സഹായകമാകുന്നതാണ്. ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുളവാകുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും തന്നെ നാളെ ബാധിക്കുന്നതല്ല. പുതുമയാർന്ന പല കാര്യങ്ങളും ചെയ്യാനായി സാധിക്കുന്ന ഒരു ദിവസമാണ്. മനസ്സിലേക്ക് പുതിയ ആശയങ്ങളൊക്കെ എത്തുകയും അത് പ്രാവർത്തികമാക്കാൻ സാധ്യമാകുകയും ചെയ്യുന്ന ഒരു ദിനമാണ്. പണം സമ്പാദിക്കാനുള്ള പല മാർഗങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് ഭഗവാൻ എത്തിക്കുന്നതാണ്. ഭഗവാൻ എത്തിക്കുന്നു പറയുമ്പോൾ ദൈവാധീനമുള്ളതിനാൽ തന്നെ പല മാർഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതാണ്. നാളത്തെ ദിവസം ഒരു വ്യക്തി അവരുടെ വിഷമങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ സമീപിക്കും. അപ്പോൾ അവരെ കേൾക്കാനായിട്ടുള്ള മനസ്സുകൂടി കാണിക്കുക. നമ്മൾ ഒരുപാട് തിരക്കുള്ളവരാണ് എങ്കിൽ പോലും ഒരു വ്യക്തി നമ്മളുടെ അടുത്തേക്ക് അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനായി വരുമ്പോൾ അതിന് ചെവി കൊടുക്കാനൊന്ന് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പുണ്യം മാത്രമേ നൽകുകയുള്ളൂ. കാരണം മറ്റൊരാളെ കേൾക്കാൻ കഴിയുക അല്ലെങ്കിൽ അവരുടേതായ വിഷമങ്ങളെ നമ്മളിലേക്ക് അവർ പങ്കുവയ്ക്കുമ്പോൾ അതിന് അല്പം ക്ഷമയോടുകൂടി കേൾക്കുക എന്നത് വലിയൊരു മനസ്സുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നാളത്തെ ദിവസം ഒരു വ്യക്തി നിങ്ങളെ അങ്ങനെ സമീപിക്കുകയും നിങ്ങളിൽ നിന്ന് ധനം മോഹിച്ചുകൊണ്ടല്ല, അല്പനേരം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം, അവരുടെ വിഷമങ്ങളൊന്ന് നിങ്ങളോട് പങ്കുവെക്കണം, അതിനുവേണ്ടി വരികയാണ്. അപ്പോൾ അതിനായി അല്പസമയം മാറ്റിവെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറയുന്നൊരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. പൊതുവെ നോക്കുകയാണെങ്കിൽ തുലാം രാശിക്കാരായ ചിത്തിര ചോതി വിശാഖം വരുന്ന നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം കുടുംബപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടായാലും മാനസികപരമായിട്ട് നോക്കുകയാണെങ്കിലും വളരെയധികം സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾ നാളത്തെ ദിനം കുടുംബക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഉത്തമ ഫലത്തെ ലഭിക്കുന്നതാണ്. അതായത് നാളത്തെ ദിവസം പ്രഭാതത്തിലാകാം അല്ലെങ്കിൽ വൈകുന്നേര സമയത്തായാലും നിങ്ങളുടെ കുടുംബ പരദേവതയെ കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ജീവിതത്തിൽ മുന്നോട്ടുള്ള സമയങ്ങളിൽ ഒരു മാറ്റം ലഭിക്കുന്നതിന് സഹായകമാകുന്നതാണ്. പ്രത്യേകിച്ച് ഇനി ഓണക്കാലമൊക്കെ വരികയാണ്. അപ്പോൾ പരദേവതയുടെ അനുഗ്രഹം വളരെയധികം അനിവാര്യമായ ഒരു സമയമാണ്. ഒരു പുതിയ തുടക്കമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ പരദേവതയെ പ്രാർത്ഥിക്കുക, കുടുംബക്ഷേത്ര ദർശനം വളരെയധികം അനിവാര്യമാണ്. ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾ അശുഭചിന്തനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അശുഭകരമായ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി പടർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക. ബിസിനസ്സിൽ ലാഭമുണ്ടാകുന്ന അശുഭകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയുന്ന ഒരു ദിനമായിരിക്കും. കുടുംബത്തിൽ അല്പം സമ്മർദ്ദമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദങ്ങളിൽ പെട്ട് നമ്മുടെ ലക്ഷ്യം എന്താണോ എന്നത് മറന്നു പോകാതിരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. മോശപ്പെട്ട സമയം നിങ്ങളെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്നത് മനസ്സിലാക്കി ഇനി നല്ല വഴികൾ, അതായത് നല്ല സമയത്തിലേക്ക് എത്താൻ എന്നാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ചിന്തകളിലേക്ക് പോകുക. അല്ലാതെ പണ്ടുള്ള സമയങ്ങളിൽ കഷ്ടപ്പെട്ടത് ഓർത്ത് അതിനെ തന്നെ ഓർത്തിരിക്കുകയല്ല. ഇനി മുന്നോട്ട് ആ കഷ്ടപ്പാടുകളില്ലാതെ തരണം ചെയ്ത് എങ്ങനെ പോകാൻ നിങ്ങളാൽ കഴിയും അല്ലെങ്കിൽ നമ്മളാൽ കഴിയും എന്നത് ഒരു വഴിയൊക്കെ കണ്ടുപിടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മുന്നേയുള്ള സമയങ്ങളിൽ നമ്മളാൽ ഉണ്ടായ തെറ്റുകൾ അതിനെ മാറ്റി ഒരു പാഠമാക്കി അതിനെ തെറ്റുകളെ ശരിയാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നത് പഠിക്കുകയാണ് വേണ്ടത്. നല്ലൊരു മികച്ച ദിനമായിരിക്കും നാളത്തേത്. കഠിനാധ്വാനത്തിൻ്റെ പരിശ്രമത്തിൻ്റെയൊക്കെ ഫലം ലഭിക്കുന്ന ഒരു ദിനം കൂടിയാണ്. ഒരു വളരെ മാറ്റമുണ്ടാകുന്ന ഒരു ഞായറാഴ്ചയായിരിക്കും നാളെ നിങ്ങളുടേത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നാളത്തെ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം ₹1 നാണയം അത് പൂജാമുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുക. കണ്ണടച്ച് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ₹1 നാണയം നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക. ഒരു കാര്യത്തിനും അത് ചിലവാക്കരുത്. നിങ്ങളെപ്പോൾ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴും എപ്പോഴായാലും നിങ്ങളുടെ പേഴ്സിൽ ഈ നാണയം ഉണ്ടായിരിക്കണം. അത് പട്ടിൽ പൊതിഞ്ഞോ അങ്ങനെയൊന്നും വെക്കേണ്ട. സൂക്ഷിച്ച് നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു കോർണറിൽ വെച്ചിരുന്നാൽ മതി. അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഇത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്, ചിലവായി പോകാനോ വഞ്ചിയിലിടാനോ ഒന്നും അത് എടുക്കരുത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിൽ നിന്ന് തന്നെ സാമ്പത്തികമായി വളരെ വലിയൊരു മാറ്റമുണ്ടാകും. അപ്പോൾ ഈ നാണയം കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഭഗവാനെ മാറ്റി തരണം, ഇതിൽ നിന്ന് എനിക്കൊരു തുടക്കമാവുകയാണ്, ജീവിതത്തിലെ എല്ലാവിധ വഴികളും തെളിയിച്ച് എല്ലാ തടസ്സങ്ങളെയും മാറ്റിത്തരണേ എന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആ നാണയത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത്, ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന. അതിനുശേഷം ആ നാണയം കൊണ്ടുവന്ന് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. പുരുഷന്മാരാണെങ്കിൽ ചെറിയ പേഴ്സാണല്ലോ ഉപയോഗിക്കുന്നത്, പേഴ്സിൽ വയ്ക്കുക. സ്ത്രീകളാണെങ്കിൽ
പുറത്തുണ്ടെങ്കിൽ അതിപ്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ക്ഷമിക്കണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സിൽ ഇത് സൂക്ഷിച്ച് വെക്കുക. ഒരു മാറ്റം ഉണ്ടാകുമെന്നത് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് അനാവശ്യമായി ചിലവാക്കിയൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷിച്ചു വെച്ച് ഒരു മാസം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാട്ടെ. അതിൻ്റെ ഫലം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കേണ്ട, ഒരു മാസത്തിന് ശേഷം. ഇപ്പോൾ നാളെ നല്ല ദിവസമായതിനാൽ നിങ്ങൾ നാളെ തന്നെ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾ നാളെ തന്നെ ഈ കാര്യം ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം 12 നക്ഷത്രക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത്.